വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എഡീനിയം കളക്ഷൻസിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് കളക്ഷൻസ് ഇല്ല, ഞാനൊരു വർഷമായിട്ടേ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പത്മിനി ചേച്ചി എനിക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന എൻ്റെ പത്മിനി ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് ഫ്ലാസ് ഒന്നുമില്ല, ഉണ്ടായിരുന്നു, പക്ഷേ അത് എൻ്റെ അടുത്ത് കളക്ഷൻസും ഇല്ല. ഉണ്ടായപ്പം ഞാൻ ഫോട്ടോസൊന്നും എടുത്ത് വെക്കാത്തത് കാരണം ഒരു ചെറിയൊരു ടിക്ടോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഞാൻ കാണിക്കാം. പിന്നെ ഇപ്പോൾ അത് ഞാൻ കുറച്ച് പ്ലാന്റ്സ് റീപോർട്ട് ചെയ്തതും കാണിക്കാം, എപ്പോഴൊക്കെ നമ്മൾ റീപോർട്ട് ചെയ്യണം എന്നും അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഓൾറെഡി കുറേ മുമ്പ് എടുത്ത് അത് ഞാൻ കട്ട് ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചതാണ്. അപ്പം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്, അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സെഹല, അവളുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ചെടീനെ പറ്റി കാണുന്നതും ഇത്ര തോനെ പൂക്കൾ തരുന്നത്. ഇപ്പം പൂക്കളൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കാലാവസ്ഥ മഴക്കാലമാകുമ്പം പൊതുവേ പൂക്കൾ കുറവായിരിക്കും. ഇതിപ്പം ഒരുപാട് മുമ്പേ ഉള്ളൊരു കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഉമ്മയാണ് ഇത് നോക്കുന്നത്. അവർക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേഴ്സും ഒക്കെ ഇവർ എത്രയോ വർഷങ്ങളായിട്ട് നോക്കി. നിങ്ങൾക്ക് അതിൻ്റെ അടിഭാഗം കണ്ടാലറിയാം, അത് ആ കോഡെക്സിൻ്റെ വലുപ്പം കണ്ടാലറിയാം. അടിയിൽ ഉരുണ്ട് നിൽക്കുന്ന ഭാഗമാണ് കോഡെക്സ് എന്നുള്ള ഒരു ഭാഗം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം എത്ര വർഷം മുമ്പേ പഴക്കമുള്ള ചെടികളാണെന്നും പിന്നെ അവരെങ്ങനെയൊക്കെ അതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി പൂവിടുന്ന സമയത്ത് ഞാൻ എപ്പോഴെങ്കിലും അവിടെ പോകുമ്പം ഞാൻ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് ഏതെങ്കിലും വീഡിയോൻ്റെ കൂടെ ഇട്ടിട്ട് ഇടുന്നുണ്ട്. ഇപ്പം അവളെനിക്ക് വീഡിയോ ഞാൻ ഓൾറെഡി അഡീനിയത്തിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ ഫോർവേഡ് ചെയ്ത് തന്നതാണ്. നമുക്കിപ്പോൾ കൊറോണയൊക്കെ ആയത് കാരണം പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവളെനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അവളുടെ ഉമ്മയാണ് എനിക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. അവരെനിക്ക് 2-3 തൈ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഞാൻ അത് വെച്ച് നട്ടപ്പം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, എങ്ങനെയാണ് അതിനെ ശരിയാക്കി. പിന്നെ എനിക്ക് പൂവൊക്കെ എത്ര ചെറിയ തൈ തന്നെ എനിക്കിങ്ങനെ പൂ വന്നു. പിന്നെ ഉമ്മാൻ്റെ പേര് ഷെരീഫ് താത്ത, ഞാൻ ഉമ്മ എന്നാണ് വിളിക്കുക. അപ്പോൾ ഷെരീഫ് താത്ത, ഞാൻ അവളെ വിളിക്കുമ്പോൾ എപ്പോഴും ഷെരീഫ് താത്ത ചോദിക്കുമ്പോൾ അപ്പോൾ അവളെന്താ ഞാൻ കൊടുത്ത ചെടീൻ്റെ ഒന്നും വീഡിയോ ഇടാത്തത്. അപ്പോൾ അവർക്കും കൂടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറച്ച് വളരെ ചെറിയ ചെടിയാണെന്ന് വെച്ചാൽ 1 വർഷം 6 മാസമൊക്കെ പ്രായമായിട്ടേ ഉള്ളൂ, ഞാൻ വെക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് വിത്തുകൾ വന്ന് ഒരു ചെറിയ ഫോട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. വിത്ത് വന്ന് ഞാനിപ്പോൾ അത് മുളപ്പിച്ചു, ഞാൻ ഇതിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഞാൻ അവിടെ ബാക്കി വെച്ചതാണ്. അപ്പോൾ അത് ചീയല്ല, ഈ മഴവെള്ളം വന്ന് വീണിട്ട് കുറേ ചീഞ്ഞു പോയി. കുറച്ച് ഇങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ മുളച്ച് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിറച്ച് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മണ്ണ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിനിപ്പോൾ ഇങ്ങനെയും മുളപ്പിക്കാം എന്നുള്ളൊരു ഐഡിയ ആണ് ഇപ്പോൾ പ്രകൃതി നമുക്ക് കാണിച്ചു തന്നത്. അത് ഒന്നാമത് എൻ്റെ പ്രശ്നം തന്നെ. ഞാനിത് വിത്ത് ഉണ്ടായപ്പോൾ ഞാനത് എടുക്കാം നോക്കാം എന്നുള്ള ടൈം വെച്ച് അത് അവസാനം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് മുളച്ചു കാണിച്ചു തന്നു. ഇങ്ങനെയും മുളയ്ക്കാം എന്നുള്ളത് പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിത്തുകൾ നമുക്ക് ഇങ്ങനെ ഇതിപ്പോൾ മുളച്ചതാണ്. ഇപ്പോൾ മുളയ്ക്കാത്ത വിത്തുകൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ വെറും മണലിൽ നമ്മളത് നട്ടാൽ മതി. അതായത് സാധാരണ മണലില്ലേ, അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഈ ഓരോരോ വിത്തുകൾ അതിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് മണൽ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 2 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അതൊന്ന് മുളച്ച് വരും. കണ്ടോ, ഇതിൻ്റെ അകത്ത് നിറച്ചും വിത്തുകളാണ്. അത് ചിലത് മുളച്ച് വരുന്നുമുണ്ട്. അപ്പം ഇതിപ്പോൾ എൻ്റെ സമയം തെറ്റിയത് കാരണം അത് സ്വയം അതിൻ്റെ മേലെ നിന്ന് മുളച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വിത്ത് വഴി മുളയ്ക്കുമ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗം നമുക്ക് നോക്കിയാൽ കാണാം വലിയ ഉരുണ്ടിട്ടുണ്ടാകും. അതാണ് വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കിയ ചെടികളുടെ പ്രത്യേകത. ഇപ്പോൾ ഇതാ ഞാൻ മണൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മണലിൽ നമ്മൾ ജസ്റ്റ് ഇത്ര ഒരു 1 ഇഞ്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ചെടി മെല്ലെ ഒന്ന് കുത്തിയിടാം. ഇതിപ്പോൾ ഓൾറെഡി മുളച്ചതിനെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോരോ കുറച്ച് വിട്ട് ഏകദേശം ഒരു ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മേലെ മണ്ണ് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു മണ്ണിൽ ഞാൻ ഒരിത്തിരി വെള്ളം അതായത് കുറച്ച് ആൻറ്റി ഫംഗൽ പൗഡർ കലക്കിയ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൽ വല്ല ഫംഗൽ ഇൻഫെക്ഷനൊക്കെ മണ്ണിൽ ഉണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിപ്പം 1 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ്. ഏകദേശം ഒരിത്തിരി വലുപ്പം വെച്ചിട്ടുണ്ട് ചെടി. ഇനിയിപ്പം കാണിക്കുന്നത് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പം ഒരു 1/2 ഇഞ്ചോളം വലുപ്പം വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് മാത്രമല്ല വേറെ കുറേ ട്രേയിലും വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് വേറെ ട്രേയിൽ വെച്ചാണ്, അത്യാവശ്യം നല്ല
വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വേറൊരു ട്രേയിൽ കുറച്ച് കൊക്കോപ്പിറ്റും മിക്സ് ചെയ്തിട്ട് വെച്ചതുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസവും ഇതും വ്യത്യാസവും രണ്ടും രണ്ട് തന്നെയാണ്. ഇത് അത്യാവശ്യം വേഗം വളർന്നു, മറ്റേത് വളരാൻ കുറച്ച് താമസം എടുത്തിട്ടുണ്ട്. അപ്പം ബെസ്റ്റ് ഞാൻ പറയുന്നത് വെച്ചാൽ മണലിലാണ് വെക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ അടിഭാഗം അങ്ങനെ ചീഞ്ഞു പോവില്ല. വെള്ളം നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നട്ട് കഴിഞ്ഞ് അന്നൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഡ്രൈ ആയിട്ടുണ്ടോ നോക്കിയിട്ട് മാത്രം ഒന്ന് വെള്ളം അടിച്ചു കൊടുത്താൽ മാത്രം മതി. അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് നട്ടാൽ മാത്രമേ അതിന് വളരാനുള്ള സ്പേസ് കൊടുക്കണമല്ലോ. അതിനെക്കൊണ്ടാണ് കുറച്ച് ഡിസ്റ്റൻസിൽ അത് ഇതാക്കിയിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ കൊക്കോ പീറ്റിൽ ഇതേ സമയത്ത് തന്നെ വെച്ചത്. പക്ഷെ അതിൻ്റെ വളർച്ച വളരെ കുറവാണ്. പിന്നെ അടിഭാഗം ഇങ്ങനെ ചെയ്യുന്നൊരു ഇത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് അത്ര നന്നായിട്ട് തോന്നിയില്ല. പിന്നെ ഇത് ഞാൻ എൻ്റെ ചെടികൾ റീപോട്ട് ചെയ്യേണ്ട ഒരു ഇത് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചെറിയ ചട്ടിയിൽ ആയിരുന്നു വെച്ചത്. അപ്പം ചെറിയ ചട്ടിയിലാവുമ്പോൾ പിന്നെ അത് വലുപ്പത്തിനനുസരിച്ച് നമ്മൾ മാറ്റി വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം. എന്നാലേ അതിൻ്റെ വളർച്ച പൂർണ്ണമാവും. പിന്നെ വേറെ എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇത് വെക്കുമ്പോൾ ഞാൻ ചകിരി അടിയിൽ വെച്ചിട്ട് അതൊരു ഇതിൽ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ചകിരി അടിയിൽ വെച്ചിട്ട് മേലെ മെറ്റൽ വെച്ചിട്ട് മണ്ണ് ഒന്നും അധികം പോട്ടിംഗ് മിക്സ്ചർ ഒന്നും അല്ലാത്തത് കൊടുത്തു. പക്ഷെ അത് ചീഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ചെടി വളർന്ന് വന്നതിൻ്റെ ശേഷം കുറച്ചൊരു 2 മാസം, അതായത് ഞാൻ നേരത്തെ കാണിച്ചില്ല, അങ്ങനെ വന്ന് ഒരു 2 മാസം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ ഒരു പോട്ടിൽ, അതായത് ഇതിൽ കുറച്ച് മണ്ണും കുറച്ച് കൊക്കോപ്പിറ്റും അതുപോലെ തന്നെ കുറച്ച് ചെമ്മണ്ണും കൂട്ടിയിട്ടുള്ള മിക്സറാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ, അതായത് ചെടി മെച്യൂർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ വ്യത്യാസമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണിപ്പോൾ ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ എങ്ങനെയാണ് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു അഡീനിയം ചെടി നമ്മൾ എങ്ങനെ പോട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെ പോട്ട് ചെയ്തിട്ട് എനിക്ക് ഫ്ലവേഴ്സ് അത് ചെറുപ്പത്തിൽ തന്നെ അത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ട ചെമ്മണ്ണ്, പിന്നെ കുറച്ച് ചാണകം, പിന്നെ അതുപോലെ തന്നെ സാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗാർഡൻ സോയിൽ ആയാലും മതി. പിന്നെ വേണ്ടത് മെറ്റൽ. ഇതൊക്കെ എല്ലാം ഓരോരോ ഭാഗങ്ങൾ 1 പാർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. 1:1:1:1 റേഷ്യോയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബെസ്റ്റ് പോട്ടിംഗ് മിക്സ്ചർ. ഞാൻ പല പോട്ടിംഗ് മിക്സ്ചേഴ്സും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഫസ്റ്റ് ഞാൻ കുഴിച്ചിട്ടപ്പം ഞാൻ സാധാരണ ഇതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ അങ്ങോട്ട് കുഴിച്ചിട്ടു. പക്ഷേ ചീഞ്ഞ് കേടായി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ചകിരി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, അതും കേടായിപ്പോയി. പിന്നെ ഞാൻ അങ്ങനെ പിന്നെ ഇതിപ്പം ഇങ്ങനെ ചെയ്തപ്പം കുറച്ചും കൂടി നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പം ഒരു വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പൂക്കളൊന്നും എനിക്ക് വന്നിട്ടില്ല, എന്നാലും എനിക്ക് ഇത് പിടിച്ചു എന്നുള്ളൊരു വിശ്വാസം വന്നത് ഈ ഒരു പോട്ടിംഗ് മിക്സ്ചർ ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ വെള്ളം കൊടുക്കുന്നത്. ഇതൊരു ഡെസേർട്ട് പ്ലാന്റ് അല്ലെങ്കിൽ ഡെസേർട്ട് റോസ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അതായത് കാരണം നമ്മൾ എപ്പോഴെങ്കിലും അതിന് വെള്ളം നനച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ഡ്രൈനെസ് നോക്കുക, അത് അത്രയും ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കുക, എന്നിട്ട് മാത്രം നമ്മൾ വെള്ളം നനച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ചെടി നമുക്ക് ഓൾറെഡി അത്യാവശ്യം വലിപ്പം വെച്ചിട്ട് ഇനിയിപ്പോൾ ഈ പോട്ടിൽ ഈ ഒരു മിക്സ്ചർ വേണ്ട. ഈ മിക്സ്ചർ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ചാണപ്പൊടിയും കുറച്ച് കൊക്കോപ്പിട്ടും അതുപോലെ തന്നെ കുറച്ച് ചെമ്മണ്ണും കൂടി കൂട്ടിയിട്ടുള്ളൊരു മിക്സ്ചറായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം വേരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെടി കുറച്ചൊന്ന് വലുതായില്ലേ. ഇനി അത്യാവശ്യം വലുതായി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു പോട്ടിംഗ് മിക്സ്ചർ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവും ചെടി. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഏതാണോ ചട്ടി എടുത്തിട്ട് അതിൻ്റെ അടിയിലൊരു കല്ല് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ച പോട്ടിംഗ് മിക്സ്ചർ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വെക്കുക. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ചെടി വെക്കുമ്പം ഒരിക്കലും കോഡെക്സ് പാർട്ട്, അതായത് അടിയത്തെ ഉണ്ട പോർഷനല്ലേ, അതൊരിക്കലും മണ്ണിൻ്റെ ഉള്ളിലായിപ്പോയത്. എനിക്ക് ആ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ചെടി ഫസ്റ്റ് തന്നെ കിട്ടിയ പാട് ഞാൻ ഇത് വേഗം മണ്ണിൽ ഏതോ ഒരു പോട്ടിംഗ് മിക്സ്ചർ, അതായത് എനിക്ക് ഇഷ്ടമുള്ളൊരു മിക്സ്ചർ വെച്ചിട്ട് ഞാനിത് അതിൻ്റെ അടിയിൽ വെച്ചു. പക്ഷേ ഇത് ചെടിക്ക് ഒരു പുരോഗമനവും ഇല്ല എന്ന് പറഞ്ഞാൽ ചെടി വളരുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ്, പൂ ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ എന്നാൽ പിന്നെ പോട്ടൊന്ന് മാറ്റി നോക്കട്ടെ വെച്ചിട്ട് പോട്ട് ഇളക്കി നോക്കിയപ്പോൾ അടിയിൽ നല്ല ഉണ്ടയായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഗ്രോ ചെയ്യാത്തത്? അത് ഈ കോഡെക്സ് പോർഷൻ എപ്പോഴും മുകളിലേക്ക് നിൽക്കണം. അതായത് അതൊരിക്കലും അടിയിലാവാൻ പാടില്ല. അതല്ല, ആ ഉണ്ട സാധനമല്ലേ, അതൊരിക്കലും അടിയിൽ പോകാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ അതിൻ്റെ ടോപ്പിലായിട്ടായിരിക്കണം വെക്കേണ്ടത്. എന്നാൽ മാത്രമേ അത് നന്നായിട്ട് ഗ്രോ ചെയ്യുള്ളൂ. പിന്നെ നന്നായിട്ട് വേരൊക്കെ മേലേക്ക് വന്നിട്ട് അങ്ങനെ നല്ലൊരു ബോൺസായി പോലെ തന്നെയാണ് കേട്ടോ ഈ ചെടി. അങ്ങനെ ആക്കി നമുക്ക് പെട്ടെന്ന് ഫ്ലവറിങ് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ വിത്ത്
വിത്ത് കിട്ടിയിട്ട് മുളപ്പിച്ച ചെടിയാണ്. അതിനെക്കൊണ്ടാണ് അടിഭാഗം ഇങ്ങനെ കോഡെക്സ് പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ കൊമ്പ് കട്ട് ചെയ്തിട്ട് വരുന്ന ഇത് ഇങ്ങനെ അടിയിലുണ്ട ഭാഗം ഉണ്ടാവില്ല, അത് മെലിഞ്ഞും കൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ ചട്ടി ഇല്ലാഞ്ഞ സമയത്ത് ഞാൻ രണ്ടും കൂടി ഒന്നിൽ തന്നെ നട്ടതാണ്. അപ്പം നമുക്ക് എന്തായാലും അതൊന്ന് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് ഇപ്പം ഇനി ആക്കാം. അപ്പം അതും കൂടി ഒന്ന് പറയാം. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ആദ്യം നമുക്ക് വിത്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ വെറും മണലിൽ മാത്രം നടുക. ഏകദേശം 2 മാസം ആയി കഴിഞ്ഞാൽ നമ്മൾ പോട്ടിംഗ് മിക്സ്ചർ മാറ്റുക. പോട്ടിംഗ് മിക്സ്ചർ നിങ്ങൾക്ക് അറിയില്ലേ, കുറച്ച് സാൻഡും അതുപോലെ തന്നെ കുറച്ച് ചെമ്മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂട്ടിയിട്ടുള്ളൊരു മിക്സ്ചറിൽ നമ്മൾ ഏകദേശം 2 മാസം ആയ തൈ വെച്ച് പിടിപ്പിക്കുക. അതായത് ചെറിയ പോട്ടിൽ. പിന്നെ അത് കുറച്ചൊന്ന് വലിപ്പം വെച്ചതിൻ്റെ ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നില്ലേ, അപ്പോഴാണ് ഈ ഒരു മിക്സ്ചർ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 4 ഭാഗങ്ങൾ, ഒന്ന് ഗാർഡൻ സോയിൽ അല്ലെങ്കിൽ മണൽ, പിന്നെ ഒരു ഭാഗം ചാണകപ്പൊടി, പിന്നെ ഒരു ഭാഗം മെറ്റൽ, ബേബി മെറ്റൽ ഒരു പോർഷനും ബേബി മെറ്റൽ കൊടുക്കുക, പിന്നെ ഒരു ഭാഗം ചെമ്മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതാണ് ബെസ്റ്റ് പോട്ടിംഗ് മിക്സ്ചർ. ഇതിപ്പം നമ്മൾ കോഡെക്സ് പോർഷൻ എപ്പോഴും മുമ്പിലേക്കാക്കി വെച്ചിട്ട് വേണം ഇടാൻ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, ചട്ടീൻ്റെ ഫുള്ളും മണ്ണ് വേണ്ട. അതായത് 3/4 ഭാഗത്തിൻ്റെ താഴെ തന്നെ മതി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് പൊന്തിക്കാനും ചട്ടിയൊക്കെ ചില സമയത്ത് വെയിലുണ്ടാവില്ല, ചില സമയത്ത് വെയിലുണ്ടാവും. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബെസ്റ്റ് അതാണ്. അല്ലെങ്കിൽ ഊരവേദനയൊക്കെ പെട്ടെന്ന് വരും സ്ത്രീകൾക്ക് നല്ല ആർക്കായാലും ഊരവേദനയൊക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും 3/4 ഭാഗത്തിൻ്റെ താഴെയായിട്ട് വെച്ചാൽ മതി. അപ്പോൾ മണ്ണ് എപ്പോഴും നല്ല റിച്ച് ആയിട്ടുള്ള മണ്ണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര ക്വാണ്ടിറ്റി മതി. ഒരുപാട് മണ്ണ് ഉണ്ടായി എന്ന് വെച്ച് ചെടി നന്നാവുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ള മണ്ണ് നല്ല മണ്ണാവാം. പിന്നെ നമ്മളെപ്പോഴും ആൻറ്റി ഫംഗൽ പൗഡർ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആൻറ്റി ഫംഗൽ പൗഡർ കലക്കിയിട്ട് ഏകദേശം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ നമുക്ക് എത്ര പോട്ടിലേക്കാണോ ആവശ്യം അത്രയും എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ചെടിയിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ എനിക്ക് ഒരുപാടെണ്ണം റീപോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് അധികം വെള്ളത്തിൽ ആണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് നമ്മളെല്ലാം സെറ്റാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടി എനിക്ക് ചെയ്ത് കാണിക്കാനുണ്ട്. അതായത് നമ്മളെങ്ങനെ ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യും. ഇതിപ്പോൾ ഒക്കെ വിത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ കട്ടിങ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നുള്ളത് കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെടി, നമ്മൾ ഏതാണ് കട്ട് ചെയ്യണേ. അപ്പം നമുക്ക് സൈസൊന്നും ഒരു പ്രശ്നമല്ല, ഏത് കൊമ്പ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. എന്നാൽ മാത്രമേ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം, നമ്മളെപ്പോഴും നമ്മൾ എന്തിനെ കൊണ്ടാണോ കട്ട് ചെയ്യുന്നത് അതിൻ്റെ കത്തി നല്ല സ്റ്റെറിലൈസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗമല്ലേ കട്ട് ചെയ്ത ആ ഭാഗം നമ്മൾ നല്ല മെഴുകുതിരി ഒറ്റം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ നമ്മൾ സാധാരണ ഒഴിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ഭാഗം. അപ്പോൾ അതൊന്ന് ആദ്യം തന്നെ ടേക്ക് കെയർ ചെയ്താൽ മാത്രം മതി. ഇനി അതിൻ്റെ മേലെ വേറെ കൊമ്പുകൾ സാധാരണ വരിക ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള ഈ കട്ട് ചെയ്ത ഇങ്ങനത്തെ കൊമ്പുകൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു റൂട്ടിംഗ് ഹോർമോണിൽ ഒന്ന് കുത്തി ഡിപ്പ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, പെട്ടെന്ന് റൂട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ വേറെയും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ചെറിയ ചെടിയാണ്, പക്ഷേ അത്യാവശ്യം അടിയത്തെ കോഡെക്സ് പോർഷനൊക്കെ നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെ 2-3 ചെടികളുടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ അടുത്ത് റൂട്ടിംഗ് ഹോർമോണിൻ്റെ പൊടികളൊന്നുമില്ല. അപ്പം ഞാൻ മുരിങ്ങേൻ്റെ ഇല ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ നീരിൽ ഡിപ്പ് ചെയ്ത് ഈ അടിയത്തെ പോർഷൻ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു 15 മിനിറ്റ് ഡ്രൈ ആക്കാൻ വേണ്ടി മാറ്റി വെക്കും. എന്നിട്ട് മാത്രമേ ഞാൻ പോട്ടിംഗ് മിക്സ്ചർ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുത്തി വെക്കുള്ളൂ. അപ്പം ഇതെന്ന് പറഞ്ഞത് ആൻറ്റി ഫംഗൽ പൗഡറാണ്. അപ്പം നമ്മൾ മുരിങ്ങേൻ്റെ ഇല ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്കൊരു നുള്ള് ആൻറ്റി ഫംഗൽ പൗഡർ ഇട്ടിട്ട് ആണ് ഞാൻ ഇത് ചെയ്യാൻ നിൽക്കുക. ആൻറ്റി ഫംഗൽ പൗഡർ എപ്പോഴും നല്ലതാണ്. എന്താ വെച്ചാൽ ഫംഗൽ ബാധകളൊന്നും ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പം അതും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ പോട്ടിംഗ് മിക്സ്ചറാണ് നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഒരു 50% എൻ്റെ അടുത്ത് ഗാർഡൻ സോയിൽ, അല്ലെങ്കിൽ നമുക്ക് മണലെടുക്കാം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഒരു ഭാഗം ചാണകപ്പൊടിയും ഒരു ഭാഗം കൊക്കോപ്പിറ്റും. ഇതാണ് നമ്മൾ ജസ്റ്റ് ഈ കൊമ്പ് കുത്തി ഇടാൻ വേണ്ടിയിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോട്ടിംഗ് മിക്സ്ചർ. അപ്പം അത് നേരത്തെ നമ്മൾ ചെയ്തതെന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മറ്റേതിൽ നമ്മൾ ഇതൊക്കെ കല്ലും ഈ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് വേറെയിലേക്ക് വെക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കവറുകൾ വാങ്ങിക്കാൻ കിട്ടും, 3 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒരു വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമുക്കതിൻ്റെ അകത്തേക്ക് കുത്തി വെക്കാം. എന്നിട്ട് ഇതും വേണമെങ്കിൽ നമുക്കൊന്ന്
കുറച്ച് വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുത്തിട്ട് സൈഡിലേക്ക് ഫസ്റ്റത്തെ ഡേ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അത് പിടിച്ച് കഴിഞ്ഞ ശേഷം ഒരു 10-15 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് അത് വരും. വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ നല്ല സൺലൈറ്റിലേക്ക് മാറ്റി വെച്ചാൽ മതി. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സൺലൈറ്റ് നല്ല വെയിൽ കിട്ടണം, എന്നാൽ മാത്രമേ അത് നന്നായിട്ട് പൂവിടുകയുള്ളൂ, ഒരുപാട് ബ്രാഞ്ചസും ഉണ്ടാവുള്ളൂ. അപ്പോൾ സൺലൈറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മഴക്കാലമാണെങ്കിൽ എന്തായാലും അത് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക. അതിനെക്കൊണ്ടാണ് പൂക്കളൊന്നും ഉണ്ടാവാത്തത്. മഴക്കാലത്ത് പൊതുവേ പൂക്കൾ കുറവായിരിക്കും. പിന്നെ എന്തായാലും ഒരു നുള്ളു വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ അത് ഏത് ചെടി ആയാലും നമ്മൾ കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്ഥിരം ഡിസ്ലൈക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ ഡിസ്ലൈക്കും ചെയ്യുക. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ ചാനൽ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.